കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിനു പിന്നാലെ തന്നെ CPM-ൽ പൊട്ടിത്തെറികൾ നടന്നുവരികയായിരുന്നു. ഒരു സീറ്റ് മാത്രം ലഭിച്ച് LDF-ന് വീണ്ടും തൃപ്തി അണയേണ്ടി വന്നപ്പോൾ ആ ദയനീയ പരാജയത്തിന്റെ മുഖ്യ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് നേതാക്കളും അണികളും പരസ്യമായും രഹസ്യമായും പറഞ്ഞിരുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ടാകാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഭരണമാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ കൊല്ലം CPM യോഗത്തിലും മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര വിമർശനം ഉയർന്നു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും മന്ത്രിസഭ അടിയന്തരമായി പുനഃസംഘടിപ്പിക്കണമെന്നും CPM കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആവശ്യം വന്നിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടേമിൽ മന്ത്രിയാക്കേണ്ടെന്ന് തീരുമാനിച്ചതിനു പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നുവെന്നും ആരോപണമുയർന്നു. 2 തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ടെന്ന തീരുമാനവും നിഗൂഢമാണ്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ലേ എന്ന് ചോദിച്ച അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാനത്തെ പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ലെന്നും തുറന്നടിച്ചു. പാർട്ടിയും ഭരണവും കണ്ണൂർ ലോബി പിടിച്ചെടുത്തുവെന്ന കടുത്ത വിമർശനവും ഉണ്ടായി. ആർ ബിന്ദുവിന്റെ മന്ത്രിസ്ഥാനം ബന്ധു നിയമനമായിരുന്നു. ലോക്നാഥ് ബെഹ്റയെ പോലുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നത് ആരുടെ താൽപര്യമാണെന്നും അവർ ചോദിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, LDF കൺവീനർ EP ജയരാജൻ തുടങ്ങിയവർക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. ഏറ്റവും മെച്ചപ്പെട്ട ചർച്ച എന്ന വിശേഷണത്തോടെയാണ് MA ബേബി മറുപടി പ്രസംഗം ആരംഭിച്ചത്. തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് തൊട്ടുപിന്നാലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടും അതിന് കൃത്യമായ മറുപടി തരാൻ പിണറായി വിജയനും തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമായിരുന്നു ലഭിച്ചത്. എന്നാൽ അതിനുശേഷമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF ഗംഭീര വിജയം നേടി തുടർഭരണം സ്വന്തമാക്കിയിരുന്നു. എന്നാൽ അന്നത്തെ സ്ഥിതിയല്ല ഇപ്പോഴുള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അതുമൂലം ക്ഷേമ പെൻഷൻ മുടങ്ങിയതും ഉദ്യോഗസ്ഥരുടെ ശമ്പളം തടസ്സപ്പെട്ടതുമെല്ലാം ഗുരുതര സ്ഥിതിയെ എടുത്തുകാട്ടുന്നുണ്ട്. അതോടൊപ്പം CPM-നുള്ളിൽ തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുന്നത് പാർട്ടിയെ കടുത്ത സമ്മർദ്ദത്തിലുമാക്കുന്നു.